ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് പേര് എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, എന്ത് സ്കിൻ കെയർ ആണ് ഞാൻ ചെയ്യുന്നത്, അല്ല എങ്ങനെയാണ് ഞാൻ എൻ്റെ ആൻറ്റി ഏജിങ് സ്കിൻ കെയർ ചെയ്യുന്നതെന്ന്. ഒരുപാട് പേരിനോട് ചോദിച്ചിട്ടുണ്ട്, മാഡത്തിൻ്റെ സീക്രട്ട് സ്കിൻ കെയർ റെസിപ്പി ഒന്ന് പറയാമോ, അല്ലെ ടിപ്സ് ഒന്ന് പറയാമോ, അല്ലെ ക്രീം ഒന്ന് പറയാമോ എന്നൊക്കെ. ഇന്ന് ഞാൻ എൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ കാണിക്കാൻ പോവാണ്. എങ്ങനെയാണ് ഞാൻ എൻ്റെ സ്കിന്നിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെ എന്താണ് സ്കിൻ കെയർ ആയിട്ട് ഞാൻ ഡെയിലി ചെയ്യുന്നത് എന്നാണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾക്ക് എന്താണ് സ്കിൻ കെയർ ആയിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീൻ കാണിക്കാം. ഫസ്റ്റ് ഞാൻ ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മളുടെ ഹെർബൽ ഫേസ് വാഷ് പൗഡർ, ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ അത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. നമ്മളുടെ ഹെർബൽ ഫേസ് വാഷ് പൗഡർ വെച്ചാണ് ഞാൻ ഫേസ് വാഷ് ചെയ്യുന്നത്. ഇപ്പോൾ വാഷ് ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യം. അത് വാഷ് ചെയ്തിട്ട് വന്നിട്ട് ആൻറ്റി ഏജിങ് ഓയിൽ അപ്ലൈ ചെയ്ത് ഒരു ചെറിയ മസാജ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ ചെയ്യുന്നത് ബാത്റൂമിൽ തന്നെ നിന്നാണ്, കണ്ണാടിയുടെ മുന്നിൽ. ഇവിടെ വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് ഞാൻ അത്രയ്ക്ക് സൗകര്യമില്ല ബാത്റൂമിൽ ഈ ഫോൺ പിടിപ്പിക്കാനൊന്നും, എനിക്ക് അത്രയ്ക്ക് അങ്ങനെ ഒരു വശമില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് തന്നെ കാണിക്കുകയാണ്. ഞാൻ ആദ്യം ചെയ്യുന്നത് നമ്മളുടെ ഹെർബൽ ഫേസ് വാഷ് പൗഡർ, നമ്മുടെ ഹെർബൽ ഫേസ് വാഷ് പൗഡർ വെച്ച് ഫേസ് വാഷ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. വാഷ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞതുപോലെ ആൻറ്റി ഏജിങ് ഓയിൽ വെച്ച് മസാജ് ചെയ്യാനാണ് പോകുന്നത്. ഞാൻ ഓൾറെഡി ആൻറ്റി ഏജിങ് ഓയിൽ എടുത്തു, ഒന്നും കൂടെ കാണിച്ചു തരാം. ഒരു 5-6 തുള്ളിയോളം മാത്രം എടുത്താൽ മതി, അതിൽ കൂടുതൽ എടുക്കേണ്ട ഒരാവശ്യവുമില്ല. എടുത്തിട്ട് ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്യും. ഞാൻ ലിപ് ബാം ഇട്ടിട്ടുണ്ട് കേട്ടോ, വീഡിയോയുടെ എൻ്റെ ഒരു കോൺഫിഡൻസിന് വേണ്ടി. ഫസ്റ്റ് നമ്മൾക്ക് ഇത് മസാജ് ചെയ്തിട്ടുണ്ട്. ഓയിൽ അപ്ലൈ ചെയ്യാനുള്ള ഈസിക്ക് ഞാൻ മുടി മേലോട്ട് പിടിച്ച് കെട്ടിയിട്ടുണ്ട്. ജഡാമഞ്ചി ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഹെയർ സ്റ്റൈലൊന്നും വെട്ടിയിട്ടില്ല, വെട്ടും, ലെറ്റ് ഇറ്റ് ഗ്രോ. നമുക്ക് ഫസ്റ്റ് ഓയിൽ എവിടെയൊക്കെയാണോ നമുക്ക് വേണ്ടത് അവിടെയൊക്കെ ടച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നത് ടച്ച് മാത്രമല്ല, ഒരു ചെറിയ നമ്മൾ ചെറുതായിട്ട് നമ്മുടെ സ്കിന്നിലൊന്ന് തൊടുന്നതും കൂടിയാണ്. അതുകൊണ്ട് ഇങ്ങനെ സ്കിന്നിനെ നമ്മൾ ചെടികൾക്കൊക്കെ തൊടുമ്പം അവർ റെസ്പോണ്ട് ചെയ്യുമെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നും. ജോലൈനൊക്കെ ശ്രദ്ധിക്കുക, കാരണം ഏജ് ആകുമ്പോൾ ഈ ഒരു പാർട്ടാണ് പെട്ടെന്ന് ഏജ് ആവുന്നത്. പിന്നെ കഴുത്താണ് ഏറ്റവും കൂടുതൽ ഏജ് ആകുന്നത്. കഴുത്ത് നമുക്ക് ഫേസ് മസാജ് ചെയ്തിട്ട് മസാജ് ചെയ്യാം. നമുക്ക് മസാജ് ചെയ്യാൻ തുടങ്ങാം. ഞാൻ യൂസ് ചെയ്യുന്നത് മോസ്റ്റ്ലി ഇങ്ങനെ ഈ ഫിംഗർ ടിപ്സ് മാത്രമാണ് കേട്ടോ. നെയിലൊന്നും കൊള്ളാതെ ഞാൻ നോക്കും. എൻ്റെ നെയിൽ ബൈ ദ വേ ഒടിഞ്ഞു പോയി. ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഒറിജിനൽ നെയിലാണോ എന്നൊക്കെ. ഒരുപാട് അങ്ങ് അമർത്തി മസാജ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് സർക്കുലർ മോഷനിൽ ഇവിടുന്ന് ഔട്ടിലേക്ക്, വെളിയിലേക്ക് ഇങ്ങനെ മസാജ് ചെയ്യാം. ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുള്ളതാണ്. രാവിലെ ഞാൻ ഇത് മാത്രമാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താൽ മാത്രം മതി. മൂക്കിൻ്റെ 2 സൈഡ്, മൂക്കിൻ്റെ മേൽവശം, പിന്നെ നമ്മുടെ നെറ്റി 2 സൈഡിലോട്ട്. ഇതൊക്കെ ഡെയിലി ചെയ്യുമ്പോൾ അത്ര എഫേർട്ട് ഇട്ട് അമക്കി മസാജ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഇങ്ങനെ വേണേലും ചെയ്യാം. എനിക്കിതാണ് കുറച്ചും കൂടെ കംഫർട്ട്. ഇങ്ങനെ 2 കൈ കൊണ്ട് ചെയ്യുന്നതിലും ഇതാണ് കുറച്ചും കൂടെ കംഫർട്ട്. ഇത് കഴിഞ്ഞ് നമുക്ക് കണ്ണിൻ്റെ പുറത്തും കൂടെ ഒന്ന് മസാജ് ചെയ്യണം. ഇത് ഭയങ്കര ടെൻഷൻ റിലാക്സിങ് ആണ്. ചെയ്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എൻ്റെ ഫേസിൽ കുറച്ചും കൂടെ ഓയിൽ വേണം, പെട്ടെന്ന് ഓയിൽ എടുക്കും എൻ്റെ ഫേസ്. നമുക്കൊന്ന് മുഖം ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല ഒരു മസാജിങ് ആണ്. നഖമൊടിഞ്ഞുകൊണ്ട് എൻ്റെ കൈ കാണാൻ കൊള്ളില്ല. ഇതൊക്കെ ഞാൻ രാവിലെ 2-3 മിനിറ്റിലൊക്കെയാണ് ചെയ്ത് തീർക്കുന്നത്. ഇങ്ങനെ ചെയ്യാം. അടുത്തത് ഓയിൽ നമ്മളുടെ കഴുത്ത്. ഇപ്പം ഞാൻ കഴുത്തിലിട്ട് കാണിക്കുന്നില്ല, ബിക്കോസ് ഞാൻ പുറത്ത് പോകാനിട്ട ഡ്രസ്സായതുകൊണ്ട് അത് കാണിക്കുന്നില്ല. ആൻഡ് ഇറ്റ്സ് വൈറ്റ് ടു ഇങ്ങനെ മസാജ് ചെയ്യുക. ഓക്കെ, ഡബിൾ ചിൻ ഇങ്ങനെ മസാജ് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ ജോ ലൈൻ ഇങ്ങനെ മസാജ് ചെയ്യുന്നത് നല്ലതാണ്. യു ക്യാൻ മസാജ് യുവർ നെക്ക് ലൈക്ക് ദിസ്. വളരെ ജെൻറ്റിലായിട്ട് ചെയ്താൽ മതിയാവും. ഒരുപാട് തിരുമുക എന്നുള്ളതല്ല മസാജിങ്ങിൻ്റെ അർത്ഥം. നമുക്കിത് വീണ്ടും ഹെർബൽ ഫേസ് വാഷ് പൗഡർ ഇട്ട് തന്നെയാണ് ഞാൻ വാഷ് ചെയ്യുന്നത്. ഇത് മാത്രമേ ഞാൻ വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുള്ളൂ. വേറെ ഒന്നും എപ്പോഴും എനിക്ക് ഇത് ഉപയോഗിക്കുമ്പോഴാണ് എൻ്റെ ഫേസ് കറക്റ്റായിട്ട് എനിക്ക് തോന്നുന്നത്. മറ്റതൊക്കെ ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇവിടെയൊക്കെ പിമ്പിൾസ് വരും, എന്തെങ്കിലുമൊക്കെ വരും. അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് വരട്ടെ. വാഷ് ചെയ്യുന്നത് കാണിക്കാൻ ബുദ്ധിമുട്ടാണ്.
ഞാൻ എന്തെങ്കിലും ഒരു ഷോർട്ട്സ് ആയിട്ട് ഇടാം ഇതെങ്ങനെയാണ് വാഷ് ചെയ്യുന്നത്, ബിക്കോസ് വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വാഷ് ചെയ്തിട്ട്. അടുത്തായിട്ട് നമ്മുടെ മോയ്സ്ചറൈസറാണ് ഞാൻ രാവിലെ ഇടുന്നത്. ഇപ്പോൾ ഒരു 6 മാസമായിട്ട് സൂപ്പർ ബൈറ്റ് മോയ്സ്ചറൈസറാണ് ഇടാറുള്ളത്. നിങ്ങളുടെ കയ്യിൽ പലരുടെ കയ്യിലും സൂപ്പർ ബൈറ്റ് മോയ്സ്ചറൈസർ ഉണ്ടാവും. സോ ഒരുപാട് നല്ലതാണ് സ്കിന്നിന് നല്ല കളർ വരാനും. പിമ്പിൾ മാർക്കൊക്കെ നിങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇതിന് മുമ്പത്തെ ആഴ്ച വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, എനിക്ക് ഇവിടെ ഒരു പിമ്പിൾ ഉണ്ടായിരുന്നു, ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ മാർക്ക് പെട്ടെന്ന് പോകുന്നത് നമ്മുടെ ഈ സൂപ്പർ വൈറ്റ് മോയ്സ്ചറൈസർ ഇടുന്നത് കൊണ്ടാണ് കേട്ടോ. ഇതിനകത്ത് നമ്മൾ ചേർത്തിട്ടുള്ളത് നാൽപ്പാമരം, ലിക്വറൈസ്, അങ്ങനെ മഞ്ചിഷ്ട, അങ്ങനെ കുറേ ഹെർബ്സിൻ്റെ എക്സ്ട്രാക്ട്സ് ആണ്. അതുപോലെ അലുവേറ എക്സ്ട്രാക്റ്റ്, അങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുള്ളത്. വൈറ്റമിൻ ഇ ഉണ്ട് ഓഫ് കോഴ്സ്, അതുപോലെ വൈറ്റമിൻ ഡിയും ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുള്ളത്. സോ ഇതിനകത്ത് ഹെർബൽ അല്ലാത്ത ഒരു സാധനവും ഇല്ല കേട്ടോ. വെജിറ്റബിൾ ഗ്ലിസറിൻ കുറച്ചെല്ലാം അതിൻ്റെ ഒരു പ്രപ്പോർഷനേറ്റ് വെച്ചാണ്. ഇതിൻ്റെ എല്ലാം ഒരു സീക്രട്ട് എന്ന് പറയുന്നത് അതിൻ്റെ പ്രപ്പോർഷനേറ്റ് ആണ്. നമ്മൾ എന്താണ് ചേർക്കുന്നത്, എങ്ങനെയാണ് ചേർക്കുന്നത്, എത്രത്തോളമാണ് ചേർക്കുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോഴാണ് നമ്മൾക്കത് കറക്റ്റായിട്ടുള്ള ഒരു റിസൾട്ട് തരിക. സോ നമുക്ക് മോയ്സ്ചറൈസർ ഇടാം. സൂപ്പർ ബൈറ്റ് മോയ്സ്ചറൈസർ ഫസ്റ്റ് നമ്മളുടെ ഒരു ലൈം യെല്ലോ കളറായിരുന്നു. ഇപ്പം നമ്മൾ അതിനകത്ത് കുറച്ച് ഗ്രീൻ ടീ മോയ്സ്ചർ കൂടെ ചേർക്കുന്നുണ്ട്. ഒരു എന്താ കളർ, ക്യാബേജിൻ്റെ ഒരു ഗ്രീൻ കളർ പോലെയാണ്, ക്യാബേജിൻ്റെ ലൈറ്റ് ഗ്രീൻ പോലെയാണ്. എനിക്കിൻ്റെ നല്ല സുഖമാണ് കേട്ടോ ഇത് ഇട്ട് കഴിഞ്ഞാൽ. ഫേസിൽ മേക്കപ്പ് ചെയ്യാനായിട്ട് ഒട്ടും തന്നെ ചെറിയ ഫൈൻ ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ നമുക്ക് നിവർന്ന് കിട്ടും. എനിക്ക് ഫൈൻ ലൈൻസ് ഇതുവരെ വീണ് തുടങ്ങിയിട്ടില്ല. ഇതുപോലെ കെയർ ചെയ്യുന്നതുകൊണ്ടായിരിക്കും കേട്ടോ, ഏജ് ഒന്നും ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. വാരി ഇടുക, ഒട്ടും കുറയ്ക്കണ്ട. ഇത് ഫേസിൽ ഇട്ട് കഴിയുമ്പോൾ ആ കളറൊന്നും കാണില്ല. സോ ഞാൻ ഒരുപാട് മോയ്സ്ചറൈസർ ഇടും, കൈ തെന്നിപ്പോകുന്നുണ്ട്, അതുപോലെ മോയ്സ്ചറൈസർ ഇടും. മോയ്സ്ചറൈസറാണ് ആൻറ്റി ഏജിങ്ങിൽ, പെട്ടെന്ന് ഓർത്ത് റെക്കോർഡിങ് നിന്ന് പോയോ, ആൻറ്റി ഏജിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ സ്കിന്നിന്. കാരണം നമ്മൾക്ക് കൊളാജിൻ കുറയുന്നത് കൊണ്ടും മെറ്റാബോളിസം കുറയുന്നതുകൊണ്ടും ഒക്കെ, നമ്മളുടെ പീരീഡ്സ് ഒക്കെ ഇറഗുലർ ആകുന്നതും ഒക്കെ ഈ നമ്മൾക്ക് സ്കിന്നിനെ ഡ്രൈ ആക്കാനും, ആ ഡ്രൈ ആകുന്നതുകൊണ്ട് തന്നെ നമ്മൾക്ക് റിങ്കിൾസ് വരാനും ഒക്കെ സാധ്യതയുണ്ട്. അണ്ടർ ഐ ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിടുക. എനിക്ക് ഈ ലൈറ്റിങ് ശരിയില്ലാത്തതുകൊണ്ട് എപ്പോഴും എനിക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ ഇവിടെയൊക്കെ ബ്ലാക്ക് ആയി പോലെ തോന്നും. ഞാൻ പെട്ടെന്ന് ഓർക്കും എന്ന് വെച്ചിട്ട് ഞാൻ പോയി നോക്കും. ഓക്കെ, സോ ഇതും കഴുത്തലിടാൻ മറക്കരുത്. സോ എന്ത് മുഖത്തിട്ടാലും എന്ത് തന്നെയാണെങ്കിലും, ഇനി സോപ്പ് ആയിക്കോട്ടെ, അതാണെങ്കിലും നമുക്ക് കഴുത്തിലിടണം. കഴുത്താണ് ഏറ്റവും കൂടുതൽ ഏജിനെ നമുക്ക് കാണിച്ചു തരുന്നൊരു സാധനം. സോ മോയ്സ്ചറൈസർ ഇട്ടിട്ട് ഒരു 5-6 മിനിറ്റോളം, അല്ലെങ്കിൽ നിങ്ങളുടെ റൂം AC ആണെങ്കിൽ അല്ലെങ്കിൽ ക്ലൈമറ്റിനനുസരിച്ച് ഫേസ് ഒന്ന് അതിനെ അബ്സോർവ് ചെയ്തെടുക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. ഞാൻ സാധാരണ വെയിറ്റ് ചെയ്ത് 5-6 മിനിറ്റാണ്. നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ ചിലപ്പോൾ 2-3 മിനിറ്റിൽ അത് അബ്സോർവ് ചെയ്ത് എടുത്തുന്നിരിക്കും. അത് കഴിഞ്ഞ് മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാവുള്ളൂ. അല്ലെങ്കിൽ ഈ മോയ്സ്ചറൈസറും അതിൻ്റെ പുറത്ത് നമ്മൾ ലെയർ ചെയ്യുന്ന എല്ലാം കൂടെ ചേർന്ന് ഇങ്ങനെ കുഴഞ്ഞ് പറഞ്ഞിരിക്കുക. അപ്പം നമുക്ക് ഒന്നിൻ്റെയും കൂടെ നമ്മുടെ സ്കിന്നിന് കിട്ടാതെ പോകും. ഏറ്റവും ആദ്യം ഫേസ് വാഷ് ചെയ്യണം, അതൊരിക്കലും മറക്കരുത്. ഹെർബൽ ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്, ഫേസ് വാഷ് പൗഡർ. ഓക്കെ, ഞാൻ അതാണ് ഉപയോഗിക്കുന്നത്. കാരണം എനിക്ക് അത് വളരെ സ്മൂത്ത് പൗഡർ ആയതുകൊണ്ട് ഒരുപാട് ഉരച്ച് കഴുകണ്ടില്ല. ഞാൻ ഉരച്ച് ഫേസ് കഴുകാറേ ഇല്ല. ഉരച്ച് കഴുകണം എന്നുള്ളത് തെറ്റായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ഒരിക്കലും അങ്ങനെ ആൻറ്റി ഏജിങ്ങിൽ ചെയ്യരുത്. പിന്നെ വൺ മോർ തിങ്, ആൻറ്റി ഏജിങ് എന്ന് പറയുമ്പോൾ എബവ് 40 എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അല്ല, എബൌട്ട് 25 തന്നെ ആൻറ്റി ഏജിങ് സ്കിൻ കെയർ ആണ്. അപ്പം മുതൽ നിങ്ങൾ കെയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെയൊക്കെ ഏജ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്കിന്നിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കിട്ടും. ഞാൻ അപ്പം മുതലേ കെയർ ചെയ്യുന്ന ഒരാളായിരുന്നു. ഐ സ്റ്റാർട്ടഡ് മൈ സ്കിൻ കെയർ ഇൻ മൈ മേ ബി 16 ഇയേഴ്സിൽ തുടങ്ങിയതായിരിക്കും. 16 മുന്നേ തന്നെ, ഇപ്പോൾ 14-15 തന്നെ എനിക്ക് അമ്മ ഇൻസിസ്റ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. സോ അതൊക്കെ നമ്മൾ അന്ന് മുതലേ തുടങ്ങിയത് കൊണ്ടാണ്. അതും ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്യാതെ, അതായത് എന്താ പറയണ്ടേ, കൺസിസ്റ്റൻസിയോടെ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്കങ്ങനെ ഒരു മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സോ അതാണ് നമ്മുടെ സീക്രട്ടും. ഓക്കെ, സോ എന്നോട് ഒരുപാട് പേര്, എൻ്റെ റിലേറ്റീവ്സ് തന്നെ ചോദിച്ചു, ഇനി ഈ മുടി വളരുമോ ഈ പ്രായത്തിൽ എന്നൊക്കെ. സോ ഞാൻ അന്നേരം ഓർത്ത്, ഓക്കെ നോക്കണമല്ലോ, വളരും. അത് കാരണം ഞാൻ എവറി 3 months മുടി വെട്ടുന്ന ഒരാളാണ്. ഇപ്പം മുടി വെട്ടിയിട്ട് അന്ന് ഞാനൊരു വീഡിയോ പറഞ്ഞു, ജഡാമഞ്ചിയുടെ ഓയിലിൻ്റെ വീഡിയോ, ഇത് ജഡാമഞ്ചി ഹെയർ ഗ്രോത്ത് ഓയിൽ ചലഞ്ചാണെന്ന്. ഇത്ര ഉണ്ടായിരുന്നുള്ള മുടി. സോ നമുക്ക് വളർന്ന് ഇത്രയായിട്ടുണ്ട്. സോ ഞാൻ ബട്ടക്സ് വരെ വളർത്താമെന്നാണ് വിചാരിക്കുന്നുണ്ട്. നമ്മൾക്ക് സ്റ്റെപ്പ് ലെയർ കോമ്പിനേഷൻ കട്ടാണ് ഉദ്ദേശിക്കുന്നത്. ലെറ്റ് മീ സി. മോയ്സ്ചറൈസർ ഇട്ടിട്ട് ഫേസ് ഉണങ്ങാനൊരു നല്ല സെമി ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ സൺസ്ക്രീൻ ഇടാം.
നമ്മുടെ സൺസ്ക്രീനാണിത്. സൺസ്ക്രീൻ വന്ന് നാച്ചുറൽ SPF ആണ് കേട്ടോ, അല്ലാതെ 50++ ഒന്നുമില്ല. ഞാൻ അതിൽ വിശ്വസിക്കുന്നുമില്ല, കാരണം ഞാൻ മര്യാദയ്ക്ക് സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയാണ്. സോ ഇതാണ് നമ്മുടെ സൺസ്ക്രീൻ. സോ സൺസ്ക്രീൻ നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. എപ്പോഴും ഓർക്കുക, മോയ്സ്ചറൈസർ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ സൺസ്ക്രീൻ ഇടാവുള്ളൂ. സൺസ്ക്രീൻ ഇട്ടും കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ. അതും കഴുത്തേലിടാൻ മറക്കരുത്. സോ സൺസ്ക്രീൻ റബ്ബ് ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് ലെയർ ചെയ്താൽ മാത്രം മതി. ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും എങ്ങനെയാണ് ഇത് മര്യാദയ്ക്ക് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ. ഒരുപാട് പേർ റിക്വസ്റ്റ് കാരണമാണ്. സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞു. വീണ്ടും നമുക്ക് ഒരു 5 to 6 minutes ആണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാൻ പോയി കോഫിയൊക്കെ കുടിച്ചിട്ട് വരികയാണ് ചെയ്യാറുള്ളത്. ഞാൻ സൺസ്ക്രീൻ കയ്യിലൊക്കെ തേക്കാറുണ്ട്, കാരണം എനിക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ കൈയൊക്കെ കറുക്കാറില്ല, എനിക്ക് ഒരു തോന്നലാണ്. സോ ഇത്രയാണ് ബേസിക്കായിട്ട് ഞാൻ ചെയ്യുന്ന സ്കിൻ കെയർ. ഇത് കഴിഞ്ഞ് ലിപ് ബാം ആണ് ഇടാറുള്ളത്. ഓൾറെഡി ഞാൻ ലിപ് ബാം ഇട്ടിട്ടുണ്ട്, എന്നാലും ഞാൻ ഒന്നും കൂടി ഇട്ട് കാണിക്കാം. ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുന്നതാണ് നമ്മുടെ ലിപ് ബാം. ജസ്റ്റ് ഇങ്ങനെ ഇടുന്നതല്ല, കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ തേക്കുകയാണ് എളുപ്പം. ഞാൻ എപ്പോഴും അങ്ങനെയാണ് തേക്കാറ്. കയ്യിലെടുത്തിട്ട് ഇങ്ങനെ തേക്കുന്നതാണ് ഇടാൻ കുറച്ചും കൂടെ സൗകര്യം. കാരണം നമ്മൾ ഒന്നും തന്നെ ഇതിനകത്ത് കെമിക്കൽ ചേർത്തിട്ടില്ലാത്തണം. കംപ്ലീറ്റ് ഷിയ ബട്ടർ, ബി വാക്സ്, വൈറ്റമിൻ ഇ, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ലിപ് ബാം. സോ ഇത് ഈവനിങ് വരേക്കും ഇങ്ങനെ തന്നെ ഇരിക്കും. ഇതിൻ്റെ ഞാൻ പുറത്ത് പോകുമ്പോൾ ലിപ്സ്റ്റിക് ഇടാറുണ്ട്, ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് കാണിക്കാം. സോ ഇത്രയാണ് നമ്മളുടെ മോർണിംഗ് സ്കിൻ കെയർ. പിന്നെ ഞാൻ പുറത്ത് ഓഫീസിലോട്ട് പോകുമ്പോഴാണെങ്കിൽ കുറച്ച് ഫൗണ്ടേഷൻ മാത്രമേ ഇടാറുള്ളൂ, ബാക്കി ഒരു മേക്കപ്പും ഇടാറില്ല ഓഫീസിൽ പോകുന്ന സമയത്ത്. സോ ഇതാണ് നമ്മളുടെ മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീൻ. ഇനി ഞാൻ ഈവനിങ് സ്കിൻ കെയർ റൊട്ടീൻ കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ നിങ്ങൾക്ക് കാണാം, മുടി നല്ല സ്മൂത്താണ്. നമ്മുടെ ലേഡീസ് ഫിംഗർ കണ്ടീഷണറാണ്. ഞാനതൊരു ദിവസം, എനിക്ക് ഒന്നിനും ഈ ഷോർട്സ് ഇടാൻ സമയം കിട്ടില്ല, അതാണ് എൻ്റെ പ്രശ്നം. അല്ലെങ്കിൽ ഞാനിതൊക്കെ ഷോർട്സ് ഇട്ട് കാണിച്ചേനെ. നമ്മളുടെ നൈറ്റ് സ്കിൻ കെയർ റൊട്ടീൻ നോക്കാം. ഞാൻ എന്താണ് ചെയ്യുന്നതെന്നാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. നമ്മളുടെ പ്രോഡക്റ്റ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്, അത് വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് സ്കിൻ കെയർ ചെയ്യുന്നതെന്നാണ് ഞാൻ കാണിക്കുന്നത്. സോ നമുക്ക് നൈറ്റ് എൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ നോക്കാം. ആൻറ്റി ഏജിങ് സ്കിൻ കെയർ റൊട്ടീൻ. ഓക്കെ, സോ ഞാൻ ഫസ്റ്റ് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം, കാരണം ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ട്. ഞാൻ ലിപ്സ്റ്റിക് ചേഞ്ച് ചെയ്യുന്നത് നമ്മുടെ ആൻറ്റി ഏജിങ് ഓയിൽ ഫേസിൽ റബ്ബ് ചെയ്തിട്ടാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഡെഡ് സ്കിൻ എല്ലാം കൂടി ഇങ്ങനെ പോരും. നല്ല മെറൂൺ ഷെയ്ഡ് ലിപ്സ്റ്റിക്കാണ്, എനിക്കിഷ്ടമാണ്. എല്ലാ സ്കിൻ ടോണുകാർക്കും ചേരുന്ന ഒരു ഷെയ്ഡാണ്, നല്ല ബ്രൈറ്റ്. സോ ഞാൻ വാഷ് ചെയ്തിട്ട് വരാം. ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് എല്ലാം റെഡിയാക്കി ലിപ്സൊക്കെ കഴുകി ഫേസൊക്കെ കഴുകി ഞാൻ ആദ്യം ചെയ്യുന്നത് നല്ല മുടി നന്നായിട്ട് ചീകി കെട്ടി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, എനിവേ ആരോ ചോദിച്ചിരുന്നു ക്ഷീണിച്ച് പോയല്ലോന്ന്. സോ ഞാൻ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഉള്ള വെയിറ്റ് റെഡ്യൂസിങ് ചലഞ്ചിലാണ്. ഡെയിലി ജിമ്മും വാക്കിങ്ങും ഒക്കെ ഉണ്ട്. സോ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഫേസിലോട്ടുള്ള ടെൻഷനും നോട്ട്സും ഒക്കെ മാറുകയാണ് ചെയ്യുന്നത്. നല്ല ബ്രൈറ്റ് ആവും ഫേസ്. നമ്മൾ ഒന്നും തന്നെ ഫേസിലില്ലെങ്കിലും ഫേസ് നല്ല ബ്രൈറ്റ് ആവും. കഴുത്തിൻ്റെ പുറകിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ, ഇവിടെ മാത്രം കൊണ്ട് മസാജ് ചെയ്യുള്ളൂ, നഖം കൊണ്ട് ചെയ്ത് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ കുറച്ച് നേരം മസാജ് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ മോയ്സ്ചറൈസർ ഇടാം. രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഏതെങ്കിലും ഒരു സമയത്ത് മാത്രം ആൻറ്റി ഏജിങ് ഓയിൽ വെച്ചിട്ട് നിങ്ങൾ മസാജ് ചെയ്ത് വാഷ് ചെയ്താൽ മതിയാകും. 2 നേരവും ഫേസ് മസാജ് ചെയ്യേണ്ട യാതൊരു കാര്യവും ഇല്ല. സോ രണ്ടാമത് ഈവനിങ് ചെയ്യുന്നത് തലയാണ് ഞാൻ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. ഫേസ് വാഷ് ചെയ്തിട്ട് കുറച്ച് നേരം ബാത്റൂമിൽ നിന്ന് തലയൊക്കെ മസാജ് ചെയ്തിട്ട് ഷവറൊക്കെ എടുത്തിട്ടാണ് വരിക. രാത്രിയിൽ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ വൈൽഡ് റോസ് മോയ്സ്ചറൈസറാണ്. സോ ഇതിന് ഭയങ്കര സുഖമാണ് കേട്ടോ, രാത്രിയിൽ നല്ല ഒരു സ്മെല്ലും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിങ്ങനെ ലൈറ്റ് പിങ്കിലാണെന്നുള്ളത്. സോ ഇത് കുറച്ച് ക്രീമിയാണ്, നല്ല സൂതിങ് സ്മെല്ലാണ്, നമ്മളെവിടെയോ സ്വർഗത്തിൽ ചെന്ന പോലെ തോന്നും. ഇത് പിങ്ക് കളർ റോസ്, പനിനീർ റോസ്, നിങ്ങൾക്കറിയാമോ? ആ പനിനീർ റോസിൻ്റെ എക്സ്ട്രാക്റ്റാണ് നമ്മളുടെ ഇതിനകത്തുള്ളത്. അത് മാത്രമല്ല വൈറ്റമിൻ ഇ,
പിന്നെ കുറേ നിങ്ങൾക്കറിയാം എസെൻഷ്യൽ ഓയിൽസ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഈ ഓയിൽ എവിടുന്ന്, എസെൻഷ്യൽ ഓയിൽ എവിടുന്ന് വാങ്ങിക്കുന്നത്. ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മളത് ഇമ്പോർട്ട് ചെയ്തെടുക്കുന്നതാണെന്ന്. ഞാൻ മോയ്സ്ചറൈസർ ഒരുപാട് തേക്കും കേട്ടോ. കണ്ണിനടിയിലൊക്കെ ഞാൻ ഡാർക്ക് സർക്കിൾ വരുന്നതിന് മുന്നേ കെയർ ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞാൻ കൂടുതലും എപ്പോഴും തന്നെ, ഇപ്പോഴെന്നല്ല, എനിക്ക് ഐ വാസ് ഇൻ മൈ 20s ഓൾസോ ഞാനിതൊക്കെ കെയർ ചെയ്യുന്ന ആൾ തന്നെയാണ്. ഞാൻ സ്കിൻ കെയർ ചെയ്യുന്ന കണ്ട് എൻ്റെ റിലേറ്റീവ്സൊക്കെ നോക്കിയിരുന്നിട്ടുണ്ട്, ഇത്രയും കെയർ ചെയ്യുന്നല്ലോ, ഇതെങ്ങനെ ഇത്ര ക്ഷമ എന്നൊക്കെ അവരൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ കണ്ണിനടിയിൽ ഇങ്ങനെയാണ്, ഇത് ഷെയ്ഡാണ് കേട്ടോ, എനിക്ക് ഡാർക്ക് സർക്കിളൊന്നുമില്ല, കാണാമായിരിക്കും. എനിക്ക് ലൈറ്റ് അവിടുന്നാണ്. ഞാൻ ഇതുവരെ പ്രോപ്പറായിട്ട് സ്റ്റുഡിയോ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല, നമുക്ക് അത്രയ്ക്ക് വ്യൂവേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പൈസ വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ചെയ്യാത്തത്. കുറേ വ്യൂസൊക്കെ ആയി കഴിയുമ്പോൾ നല്ലൊരു സ്റ്റുഡിയോ ആക്കിയിട്ട് സൂപ്പറായിട്ട് എടുക്കാം. ഇപ്പം ഇത് മതി. പറഞ്ഞ പോലെ തന്നെ ഒരു 5-6 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വേണം അടുത്ത നമ്മളുടെ നൈറ്റ് ക്രീം ഇടാനായിട്ട്. സോ എപ്പോഴും മോയ്സ്ചറൈസർ എടുത്തിട്ട് നിങ്ങൾ കയ്യിലിടാൻ മറക്കരുത്. കയ്യും നമ്മൾ ഏജ് ആകുന്നതിൻ്റെ കാണിച്ചു കൊടുക്കുന്ന ഒരു സാധനമാണ്. അതുപോലെ കഴുത്തുമൊക്കെ, കൈയൊക്കെ എസ്പെഷ്യലി ഞാൻ എപ്പോഴും എന്തിട്ടാലും കയ്യിലിടാൻ ശ്രമിക്കാറുണ്ട്. എൻ്റെ നഖം ഒടിഞ്ഞു പോയി അതൊരു സങ്കടമാണ്. ഇതൊരു നല്ല ടൂളാണ് കേട്ടോ, നല്ല സുഖമാണ്. സോ അടുത്തതാണ് നമ്മുടെ താരം റിജുനുവേറ്റ്. ഞാൻ നൈറ്റ് എപ്പോഴും മറക്കാതെ ഇടുന്ന ഒന്നാണ്. ഇത് നമ്മൾ ഓവർ നൈറ്റ് ഫുൾ ഇടുന്നതാണ്. രാവിലെയാണ് നമ്മൾ വാഷ് ചെയ്യുന്നത്. വാഷ് മീൻസ് ആസ് യൂഷ്വൽ നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്നത്. ഒരു നൈറ്റ് ക്രീമാണ്. നിങ്ങൾക്ക് ഒരുപാട് റിങ്കിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, പുറത്തൊന്നും അധികം പോകാത്ത ആൾക്കാരാണെങ്കിൽ ഇത് രാവിലെയും കൂടെ ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. സോ നമ്മൾക്ക് റിജുനുവേറ്റ് ഇടാം. ഇതാണ് നമ്മുടെ റിജുനുവേറ്റ് ക്രീം. നമ്മൾ സ്റ്റിക്കറൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ കണ്ടെയ്നർ സ്റ്റിക്കറൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റും കേട്ടോ. ബിക്കോസ് നമ്മളിത് ഹോം മെയ്ഡ് പ്രോഡക്റ്റ്സ് ആയത് കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്ക് കണ്ടെയ്നേഴ്സിൻ്റെ അവൈലബിലിറ്റിയുടെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞാൻ ഒരുപാട് പറഞ്ഞല്ലോ, നമ്മൾ മറ്റുള്ളവർ അത് അനുകരിക്കാതിരിക്കാൻ വേണ്ടി ഓഫൺ നമ്മൾ കണ്ടെയ്നർ മാറ്റാറുണ്ട്. ഓക്കെ, അതാണ് ഒരു കാര്യം. സോ ഇതാണ് നമ്മളുടെ റിജുനുവേറ്റ് ക്രീം. സോ നിങ്ങളുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ടായിരിക്കും, ഒരുപാട് പേരുടെ കയ്യിലുണ്ടായിരിക്കും. സോ ഇത് ഞാൻ ധാരാളം ഇടാറുണ്ട്. ഇത് മസാജ് ചെയ്യുമല്ല കേട്ടോ, നിങ്ങൾ ലെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. മസാജ് ചെയ്യേണ്ട കാര്യമില്ല. എന്തിട്ടാലും കണ്ണിൻ്റെ മേളിലും കണ്ണിനടിയിലും ഒക്കെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോകുന്നത് ഇറ്റ്സ് ഗുഡ് ഫോർ അവർ സ്കിൻ. ബ്ലഡ് സർക്കുലേഷൻ കൂടാനും നമ്മളുടെ സ്കിന്നിന് ഒരു റിജുനുവേറ്റ്, അതായത് ഒരു പുത്തൻ ഉണർവ് കിട്ടാനും ഒക്കെ നല്ലതാണ്. ഇതിനകത്ത് നമ്മൾ കുറേ സാധനങ്ങളുണ്ട്. ക്ലോവ് ഓയിലുണ്ട്, അല്ലെങ്കിൽ മഞ്ചിഷ്ടമുണ്ട്, ലിക്രൈസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. ഇതൊക്കെയും ഈ ടാപ്പ് ചെയ്യുന്നത് ഫേസിന് മാത്രമല്ല, നമ്മുടെ ബ്രെയിൻ അന്നത്തെ ദിവസത്തെ ഫുള്ള് ടെൻഷൻ നോട്ട്സ് ഒക്കെ പോകാനായിട്ട് വളരെ നല്ലതാണ്. ഞാനിത് വെച്ചൊരു കൊച്ചു പിള്ളേരെ പോലെ കളിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് കുറച്ച് ലിപ് ബാം ഇട്ട് കൊടുക്കാം. നമ്മുടെ ലിപ് ബാം ആക്ച്വലി കുറച്ചിങ്ങനെ എടുത്തിട്ട് ഇടുന്നതാണ് കേട്ടോ നല്ലത്. വേണമെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ച് ഇതൊന്ന് തുടച്ച് കളഞ്ഞിട്ട് റീഅപ്ലൈ ചെയ്യുന്നതും നല്ലതാണ്. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് സ്കിൻ കെയർ ഞാൻ കാണിച്ചു കഴിഞ്ഞു, സ്കിൻ കെയർ റൊട്ടീൻ. പക്ഷേ ഇതിനകത്തൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ചിലപ്പോൾ ഞാൻ ഒരു 6 മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ മോയ്സ്ചറൈസർ മാറ്റാറുണ്ട്. പക്ഷേ 6 മാസം എന്തായാലും ഒരു മോയ്സ്ചറൈസർ കണ്ടിന്യൂസ് ആയിട്ട് ഇടും. അപ്പോൾ മാത്രമേ നമ്മുടെ സ്കിന്നിന് അത് യൂസ് ആകുന്നുണ്ടോ എന്നറിയാൻ പറ്റത്തുള്ളൂ. എപ്പോഴും നമ്മൾ മാറ്റിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കിന്നിലേക്ക് ഒന്ന് പരിചയപ്പെട്ട് വരുമ്പോഴേക്കും നമ്മൾ അടുത്ത് വാങ്ങിച്ചിടുമ്പോൾ സ്കിന്ന് തന്നെ എന്താണിതെന്ന് ആലോചിച്ചു പോകും. ഓക്കെ, അതുപോലെ നമുക്ക് മനസ്സിലാകാത്ത പോലെ, നമ്മുടെ സ്കിന്നിനെ അബ്സോർവ് ചെയ്യാൻ പറ്റാത്ത പോലെ എപ്പോഴും പ്രോഡക്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുന്നതും ഒട്ടും നല്ലതല്ല. എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മുടെ സ്കിന്നിലേക്ക് ഓക്കെ ആണ്, നമ്മൾക്കത് സ്യൂട്ട് ആകുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മുടെ സ്കിന്നിലേക്ക് സ്യൂട്ട് ആകുന്നുണ്ട്, അല്ലെ ഹെയറിന് സ്യൂട്ട് ആകുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് പിന്നെ മാറ്റാൻ നിൽക്കരുത്. അതൊരു 6 മാസമൊക്കെ ഉപയോഗിച്ച്
കുറേ നാൾ കഴിഞ്ഞിട്ട് വേണം അത് മാറ്റി അടുത്ത പ്രോഡക്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അത് സ്യൂട്ട് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക, ഇല്ല പഴയ പ്രോഡക്റ്റിലേക്ക് തന്നെ പോകും. എപ്പോഴും ഓരോ മാസം കഴിയുന്നോറും നമ്മൾ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് മാറ്റിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾക്കൊന്നും തന്നെ സ്യൂട്ടാകാതെ പോകും, എല്ലാം കൂടെ കുറഞ്ഞ് കോംപ്ലിക്കേറ്റ് ആവും. സോ നമ്മൾക്ക് ഏതാണ് ചേരുന്നത്, നമ്മുടെ സ്കിന്നിന് എന്താണ് ചേരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുക. എൻ്റെത് ഓയിലി സ്കിന്നാണ് കേട്ടോ, ഡ്രൈ സ്കിന്നല്ല, കോമ്പിനേഷൻ സ്കിന്നും അല്ല. സ്കിന്നും ഹെയറും ഒക്കെ നന്നായിട്ട് നിങ്ങൾ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ വയസ്സ് വരെ, ഞാൻ പറയുന്ന ഒരു 70-80 ഒക്കെ വയസ്സ് വരെ നമുക്ക് നല്ല ഭംഗിയായിട്ട് നമ്മുടെ സ്കിന്നിനെയും നമ്മുടെ ഹെയറിനെയും ഒക്കെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് യാതൊരു സംശയമില്ല. പക്ഷേ അതേസമയം മനസ്സും കൂടെ ഒന്ന് നീറ്റായിട്ട്, ഒരുപാട് പ്രശ്നങ്ങളൊന്നുമില്ലാതെ, ആവശ്യമില്ലാത്തതൊക്കെ എടുത്ത് മനസ്സിൽ വയ്ക്കാതെ, മറ്റുള്ളവർ പ്രശ്നങ്ങളിൽ ആവശ്യമില്ലാതെ തലയിടാതെ, അല്ലെങ്കിൽ അവരുടെ ലൈഫ് അവരുടെയാണെന്ന് വെച്ച് വിടാനായിട്ട് പഠിക്കുക. അതൊരു വലിയ കാര്യം തന്നെയാണ്. സോ നമ്മുടെ ലൈഫ് എന്താണെന്ന് വെച്ചാൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പഠിക്കുക. അതാണ് ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ ലൈഫിൽ ലേൺ ചെയ്യേണ്ടത്. നമ്മൾ കുറേ പഠിച്ചിട്ടൊന്നും കാര്യമില്ല, ജസ്റ്റ് മൈൻഡ് അവർ ഓൺ ബിസിനസ്. മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ നന്നായിട്ട് ജീവിക്കാൻ പഠിക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്ത് നല്ല സുന്ദരന്മാരായിട്ടിരിക്കുക. മറ്റൊരു വീഡിയോയിൽ നല്ലൊരു ഘടനയുമായി കാണാം. നമ്മുടെ ടേക്ക് കെയർ.